നമസ്തേ, യോഗയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന യോഗ ആൻഡ് മെൻ്റൽ ഹെൽത്ത്. മനസ്സിനൊരു സുഖം നമുക്ക് യോഗയിൽ കൂടി എങ്ങനെ കൈവരിക്കാമെന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളുടെ യോഗയിൽ കൂടി നമ്മളുടെ ഔട്ട്ലുക്ക് എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാമെന്നുള്ളത്. അതിന് വളരെ കുറച്ച് ആസനങ്ങൾ വളരെ ഉപയോഗപ്രദമായിട്ടുള്ളതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസനയാണ് ബാലാസന. എങ്ങനെയാണ് ഈ ബാലാസന ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ആസനയാണ്. പക്ഷേ ഇതിൻ്റെ എൻഡ് റിസൾട്ട് ഈ ബാലാസന ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു മെൻ്റൽ റിലാക്സേഷനിലാണ് ഈ ആസനയുടെ പ്രാധാന്യം. അപ്പോൾ എങ്ങനെയാണ് ബാലാസന ചെയ്യുന്നത് നമുക്ക് നോക്കാം. കാലുകൾ ഇതുപോലെ മടക്കി വച്ചിരിക്കുക. അഥവാ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ചമണം മടഞ്ഞിരുന്നാലും മതി. പക്ഷേ ഈ വജ്രാസനം ഇരുന്ന് ചെയ്യുന്നതിനാണ് ഇതിൻ്റെ ഗുണം കൂടുതലായിട്ടുള്ളത്. അതേസമയം കാലുകൾ മടക്കി വെച്ചിരിക്കുമ്പോൾ ചില വ്യക്തികൾക്ക് നമ്മളുടെ ബട്ടക്സ് റീജിയൻ തറയെ തൊടാൻ ഹീൽസിൽ ടച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർ ചെറിയൊരു തലയണയോ അല്ലെങ്കിൽ ആ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ഒരു ടവലോ തോർത്തല്ല ബെഡ്ഷീറ്റോ മടക്കി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തായിട്ട് ഇരിക്കുക. എളുപ്പത്തിൽ കുഷൻ, പക്ഷേ അധികം കട്ടിയുള്ള കുഷനായിരിക്കണം. ചപ്പിപ്പോകാതിരിക്കാനായിട്ട് നോക്കണം. കൈ രണ്ടും നിങ്ങളുടെ ശരീരത്തിന് രണ്ട് വശത്ത് അയച്ചിടുക. ഒരു രീതിയിലുള്ള സ്ട്രെയിന് നിങ്ങളുടെ ഷോൾഡറിന് കൊടുക്കാൻ പാടില്ല. കണ്ണടച്ച് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ ശ്വാസവും മാത്രമാണ് ഈ ലോകത്തുള്ളതെന്ന് വിചാരിക്കുക. വളരെ പതുക്കെ ശ്വാസം ഉള്ളിലേക്കെടുത്ത് ശ്വാസം പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് മുമ്പിലേക്ക് കുനിയുക. തല താഴ്ത്തി കുനിച്ചിടുക. നിങ്ങളുടെ സർവ്വവും നിങ്ങൾ ഭൂമിയിലേക്ക് സമർപ്പിക്കുക. ഷോൾഡേഴ്സ് റിലാക്സ് ചെയ്ത് കണ്ണടച്ചിരിക്കുക. റിലീസ് ചെയ്യുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് വളരെ സാവധാനത്തിൽ തല ഉയർത്തി ഷോൾഡേഴ്സ് നിവർത്തി പതുക്കെ വജ്രാസനത്തിൽ വരിക. കൈകൾ രണ്ട് മുട്ടിൻ്റെ പുറത്ത് വെച്ച് കണ്ണടച്ച് അല്പനേരം ഇരിക്കണം. ഈ സമയത്ത് നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. സാവധാനത്തിൽ കണ്ണുകൾ തുറന്ന് പഴയ അവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മൾ ചെയ്തത് ബാലാസന ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞു. ഇതിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. എല്ലാവർക്കും മുമ്പിലേക്ക് കുനിയാൻ പറ്റും. പക്ഷേ നമ്മളുടെ മാനസിക അവസ്ഥ ആ ലെവലിലേക്ക് കൊണ്ടുവരണം. ബാലാസന ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ശരീരത്തിന് മുഴുവനായിട്ട് നമ്മൾ ത്യജിക്കുക. നമുക്ക് ഒരു മാനസികാവസ്ഥ കൊണ്ടുവരണം. നമുക്ക് ഈ ലോകത്ത് ഒന്നുമില്ല, നമ്മൾ വളരെ നിഷ്പക്ഷമായിട്ടുള്ളൊരു ചിന്താഗതിക്കാരായിരിക്കണം. വളരെ ഒപ്റ്റിമിസ്റ്റിക് പോസിറ്റീവായിട്ട് എല്ലാത്തിനോടും ഒരു കാഴ്ചപ്പാടുണ്ടാക്കുക. ആ ഒരു മാനസിക അവസ്ഥയോടുകൂടി ഷോൾഡേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷോൾഡേഴ്സ് റിലാക്സ് ചെയ്തിടണം. നമ്മളുടെ ശരീരത്തിൻ്റെ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സും സ്ട്രെയിനും ഉൾക്കൊള്ളുന്ന ഭാഗമാണ് നമ്മളുടെ ഷോൾഡറും കഴുത്തും. അതുകൊണ്ടാണ് കഴുത്ത് വേദനയും ഷോൾഡർ വേദനയും ടെൻഷൻ ഉള്ളവർക്കോ അല്ലെങ്കിൽ ബിസി ലൈഫ് സ്റ്റൈലിലുള്ളവർക്ക് വരുന്നത്, സർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ്. അപ്പോൾ ഷോൾഡേഴ്സ് വളരെ റിലാക്സ് ചെയ്തിട്ട് ശ്വാസം എടുക്കുക. ശ്വാസം വിടുന്നതിനനുസരിച്ച് മുമ്പിലേക്ക് കുനിയുക. കിടക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങ് കുഴഞ്ഞങ്ങ് കിടക്കുക. എന്നിട്ട് എപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരണം എന്ന് തോന്നുന്നു ആ സമയത്ത് ബോഡി അവയർനെസ്സോടുകൂടി നിവർന്നു വരിക. ഇങ്ങനെ നമുക്ക് കുറഞ്ഞതൊരു 10 മിനിറ്റ് നേരമെങ്കിലും ആ ഒരു ബാലാസനയിൽ നമുക്ക് കിടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ദിവസവും 10 മിനിറ്റ് നേരം മൗനം പാലിച്ച് ബാലാസനയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഏറ്റവും മെയിനായിട്ട് കണ്ടുവരുന്ന ടെൻഷൻ, സ്ട്രെസ്, സ്ട്രെയിൻ എന്ന് പറയുന്ന എല്ലാത്തിനും ഒരു അർത്ഥമാണ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നമസ്തേ.